അധികാരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതീകമായാണ് ജ്യോതിഷം മകം നക്ഷത്രത്തെ അടയാളപ്പെടുത്തുന്നത്. ആകാശമണ്ഡലത്തിലെ 10ാമത്തെ നക്ഷത്രമായ മകം ചിങ്ങം രാശിയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. കേതു അധിപനായ ഈ നക്ഷത്രം പൈതൃക സ്വത്തുക്കളുമായും പിതൃക്കളുടെ അനുഗ്രഹവുമായും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ഈ രാജകീയ പ്രഭാവമുള്ള നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവ് കൂടിയാണ്. 2026 ഏപ്രിൽ മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിന്റെ മാസമാണ്. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ കാലഘട്ടം പ്രകൃതിയിലും മനുഷ്യജീവിതത്തിലും പുത്തൻ ഉണർവ് നൽകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം ഗ്രഹനിലയിൽ വലിയൊരു പോരാട്ടത്തിന്റെ വേദിയാണ്. ഒരു വശത്ത് മന്ദഗതിക്കാരനായ ശനി 8ാം ഭാവത്തിൽ നിലയുറപ്പിച്ച് പരീക്ഷണങ്ങൾ തീർക്കുമ്പോൾ, മറുവശത്ത് ദേവഗുരുവായ വ്യാഴം 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹവർഷം ചൊരിയുന്നു. ഇത് ഒരു സാമ്പത്തിക സമ്മിശ്ര യാത്രയ്ക്ക് സമാനമാണ്. എന്തുകൊണ്ടാണ് 2026 ഏപ്രിൽ മകം നക്ഷത്രക്കാർക്ക് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ ഈ മാസം പകുതിയോടെ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. മകം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ഭരണപരമായ കാര്യങ്ങളിൽ സാമ്പത്തിക ലാഭവും നൽകാൻ സൂര്യന്റെ ഈ മാറ്റം സഹായിക്കും. 2, ശനി അഷ്ടമരാശിയിൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത ചെലവുകളും തടസ്സങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. 3, 11ലെ വ്യാഴം നൽകുന്ന ധനലാഭം ആപൽഘട്ടങ്ങളിൽ മകം നക്ഷത്രക്കാർക്ക് ഒരു കവചമായി മാറും. സാമ്പത്തികമായി നോക്കിയാൽ പണം വരാൻ ഒട്ടും പ്രയാസമുണ്ടാകില്ല എന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. എന്നാൽ വന്ന പണം കയ്യിൽ നിൽക്കുമോ എന്നതിലാണ് വലിയ വെല്ലുവിളി ഒളിഞ്ഞിരിക്കുന്നത്. മകം നക്ഷത്രക്കാർ സ്വാഭാവികമായും ഉദാരമതികളും ആഡംബര പ്രിയരുമാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിനൊപ്പം തന്നെ സ്വന്തം ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. എന്നാൽ 2026 ഏപ്രിലിൽ ഈ സ്വഭാവം ഇവർക്ക് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. പണം ചെലവഴിക്കുമ്പോൾ ബുദ്ധിയേക്കാൾ ഉപരി വികാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതി ഈ മാസം നിയന്ത്രിക്കേണ്ടി വരും. ഈ മാസത്തെ സാമ്പത്തിക പ്രവചനം കേവലം ഒരു കണക്കുകൂട്ടലല്ല, മറിച്ച് വരാനിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ്. കുടുംബസ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിലും ദൈനംദിന ചെലവുകൾ ക്രമീകരിക്കുന്നതിലും മകം നക്ഷത്രക്കാർക്ക് ഈ മാസം അതീവ ജാഗ്രത ആവശ്യമാണ്. ആഡംബരങ്ങൾക്കായി പണം ഒഴുക്കുന്നതിനു മുൻപ് വരാനിരിക്കുന്ന അഷ്ടമശനിയുടെ കാഠിന്യത്തെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. വിഷുക്കണി കണ്ടു തുടങ്ങുന്ന ഈ മാസം മകം നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. നിശ്ചയദാർഢ്യവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ശനിയുടെ തടസ്സങ്ങളെ വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോയിൽ തൊഴിൽ, സാമ്പത്തികം, നിക്ഷേപം, കുടുംബം എന്നിങ്ങനെ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി മകം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലങ്ങൾ നമ്മൾ വിശദമായി വിശകലനം ചെയ്യുന്നു. ഏപ്രിൽ മാസം വരുമാനത്തിന്റെ കാര്യത്തിൽ മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തുടക്കം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പദവിയിൽ ഉയർച്ചയോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കൃത്യമായ വരുമാന സ്രോതസ്സുകൾ ഉറപ്പാക്കും. സൈഡ് ബിസിനസ്സുകളോ കൺസൾട്ടൻസി വർക്കുകളോ ചെയ്യുന്നവർക്ക് ഈ മാസം കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏപ്രിൽ പകുതിയോടെ നല്ല അവസരങ്ങൾ വന്നെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അഷ്ടമശനി നിലനിൽക്കുന്നതിനാൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിബന്ധനകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം. ബിസിനസ്സുകാർക്ക് ഈ മാസം വലിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണ്. എന്നാൽ അതീവ ജാഗ്രത പാലിക്കണം. രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പങ്കാളികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സുതാര്യത ഉറപ്പാക്കുക. അന്ധമായ വിശ്വാസം സാമ്പത്തിക നഷ്ടത്തിന് വഴിവെക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 14 ശേഷം മികച്ച സമയമാണ്. ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ബിസിനസ്സിൽ ആത്മവിശ്വാസവും ധനലാഭവും നൽകും. സർക്കാർ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കൈക്കൂലി പോലുള്ള തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് വലിയ നിയമക്കുരുക്കുകൾക്ക് കാരണമാകും. സ്വർണം, ഭൂമി എന്നിവയിലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഏപ്രിൽ മാസത്തിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. സ്പെക്കുലേഷൻ അഥവാ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണം. പെട്ടെന്നുള്ള ലാഭത്തിന് വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ ഭാഗ്യം തുണയ്ക്കുമെങ്കിലും അഷ്ടമശനി പണം കുടുങ്ങിക്കിടക്കാൻ കാരണമായേക്കാം. കാലാവധി കഴിഞ്ഞ ചെട്ടികളിൽ നിന്നോ ഇൻഷുറൻസ് പോളിസികളിൽ നിന്നോ പണം കൈവശം വന്നു ചേരും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും ഈ മാസം മകം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു. അഷ്ടമശനി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെയോ സ്വന്തം തന്നെയോ ചികിത്സയ്ക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി വലിയൊരു തുക ചെലവാക്കാൻ സാധ്യതയുണ്ട്. വീട്ടുപകരണങ്ങളോ വാഹനമോ വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ ഈ മാസം അത് നടപ്പിലാകും. എന്നാൽ ലോൺ എടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വരും മാസങ്ങളിൽ ബാധ്യതയായേക്കാം. തറവാട് വീട് പുതുക്കി പണിയാനോ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. ഇതിലൂടെ വലിയൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും.
വിദ്യാഭ്യാസത്തിനായി വായ്പ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. സ്കോളർഷിപ്പുകൾക്കും ഗ്രാന്റുകൾക്കും അർഹതയുള്ളവർക്ക് അത് ലഭിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. ഏപ്രിൽ 4, 5, 13, 14, 22, 23 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. ഏപ്രിൽ 8, 9, 17, 18 ദിവസങ്ങൾ വലിയ തുകകൾ കൈമാറുന്നതും കരാറുകളിൽ ഒപ്പിടുന്നതും ഒഴിവാക്കുക. മാസത്തിന്റെ തുടക്കത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി നടത്തുകയോ ശനിസ്തോത്രം ജപിക്കുകയോ ചെയ്യുന്നത് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കും. മകം നക്ഷത്രം പിതൃക്കളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ കറുത്ത വാവ് ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും നൽകും. പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സാമ്പത്തികപരമായ എല്ലാ നേട്ടങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും താമരപ്പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ധനവരവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വീട്ടിൽ മഹാലക്ഷ്മി ചിത്രം വച്ച് നിത്യവും ലക്ഷ്മി മന്ത്രം 108 തവണ ജപിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ഗണപതി മന്ത്രം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മകം നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യന്റെയും ലഗ്നാധിപന്മാരുടെയും ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ശിവവചനം ഉത്തമമാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവളത്തിലെ സമർപ്പിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ കുറയ്ക്കും. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുൻപും അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുക. പെട്ടെന്ന് ധനികനാകാൻ സഹായിക്കുന്ന പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കുക. വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. എല്ലാ നിക്ഷേപങ്ങളും ഒരേ മേഖലയിൽ കേന്ദ്രീകരിക്കാതെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുക. ഇത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ്, ഓഹരി, സ്വർണം, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ബാലൻസ് ചെയ്ത് നിക്ഷേപങ്ങൾ നടത്തുന്നത് ഉത്തമമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഹ്രസ്വകാല ലാഭങ്ങൾക്ക് വേണ്ടി റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കുക. പെൻഷൻ പദ്ധതികൾ, ഇൻഷുറൻസ് എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഓരോ മാസവും വരവും ചെലവും കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഇത് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും പണം എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു അടിയന്തര ഫണ്ട് മാറ്റിവെക്കുക. കുറഞ്ഞത് 3-6 മാസത്തെ ജീവിത ചെലവിന് ആവശ്യമായ തുക ഇതിനായി നീക്കിവെക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. ഉയർന്ന പലിശയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് മുൻഗണന നൽകുക. പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിയന്ത്രിക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും കഴിവുകളും പഠിക്കാൻ സമയം കണ്ടെത്തുക. ഇത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്ക് സഹായിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യും. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുക. നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് പുതിയ തൊഴിലവസരങ്ങൾക്കും ബിസിനസ് സാധ്യതകൾക്കും വഴിയൊരുക്കും. മകം നക്ഷത്രക്കാർക്ക് സൂര്യന്റെ സ്വാധീനം വളരെ പ്രധാനമാണ്. എല്ലാ ഞായറാഴ്ചകളിലും സൂര്യന് പ്രാർത്ഥിക്കുകയും ആദിത്യ ഹൃദയം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽപരമായ ഉയർച്ചയ്ക്കും സർക്കാർ കാര്യങ്ങളിലെ വിജയത്തിനും സഹായിക്കും. 2026 ഏപ്രിൽ മാസം മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സമ്മിശ്ര ഫലമാണ് പ്രതീക്ഷിക്കാവുന്നത്. കയ്യിൽ പണം വരും, എന്നാൽ അത് പല വഴിക്കായി ചിലവാവുകയും ചെയ്യും. വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളെ വലിയ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കും. കൃത്യമായ പ്ലാനിങ്ങും അനാവശ്യമായ ധിക്കാരവും ആത്മവിശ്വാസവും കുറച്ചാൽ ഈ മാസം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങളിൽ പക്വത കാണിക്കുക. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക.